ആലപ്പുഴയിൽ മത്സ്യബന്ധന വലയിൽ മൃതശരീരം കുടുങ്ങി. ആലപ്പുഴ ESI കടപ്പുറത്ത് നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ വലയിലാണ് മൃതശരീരം കുടുങ്ങിയത്. പ്രവാചകൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് മൃതശരീരവുമായി തീരത്തേക്ക് എത്തിയത്. പുന്നപ്ര സ്വദേശിയായ 60-കാരൻ അനിൽകുമാറിൻ്റെതാണ് മൃതദേഹം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ശരിയാണ്. സുധീഷ്, ഈ പ്രളയകാലത്ത് ചില അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണോ, അതോ എന്താണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്, പോലീസ് പറയുന്നത്? കൃഷ്ണരാജ്, ആലപ്പുഴ ESI കടപ്പുറത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ പ്രവാചകൻ എന്ന ബോട്ടിലെ മത്സ്യബന്ധന വലയിലാണ് മൃതദേഹം കുടുങ്ങിയത്. മൃതദേഹം ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ കൊല്ലത്തും മറ്റും അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളുടെയാണോ മൃതദേഹം എന്ന സംശയം ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ പഴക്കമുള്ള മൃതദേഹമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. പിന്നീടാണ് പുന്നപ്ര സ്വദേശി 60 വയസ്സുള്ള അനിൽകുമാറിൻ്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത്. അദ്ദേഹം ഇന്നലെ വീട്ടിൽ നിന്നും വഴക്കിട്ട് ഇറങ്ങിയതായിരുന്നു. അതിനുശേഷം ആത്മഹത്യ ചെയ്തതാകാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മൃതദേഹം ESI കടപ്പുറത്ത് എത്തിച്ച് അതിനുശേഷമുള്ള മേൽനടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയിലാണ് ഈ മൃതദേഹം കുടുങ്ങിയത്. പ്രവാചകൻ ബോട്ടിലെ തൊഴിലാളികളാണ് ആ മൃതദേഹവുമായി കരയ്ക്കടുത്തത്. അതിനുശേഷമാണ് പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. കൃഷ്ണരാജ്, ശരി. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലയിൽ കുരുങ്ങിയ നിലയിൽ ഒരു മൃതദേഹം കിട്ടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.